ഞാൻ 2024 മാർച്ച് 27-നാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അന്ന് മുതൽ ഈ ദിവസം വരെ എനിക്ക് ഒരു തവണ പോലും ലാബിലൊന്ന് കയറാൻ പോലും പറ്റിയിട്ടില്ല. തൂപ്പുപണിക്ക് ഞാൻ കയറിയിട്ടുണ്ട്, അതല്ലാതെ കയറിയിട്ടില്ല. 6 മാസത്തിൽ നടത്തേണ്ടിയിരുന്ന ഡോക്ടർ കമ്മിറ്റി 2.5 വർഷമായിട്ട് ഇതുവരെ നടത്തി തന്നിട്ടില്ല. പിന്നെ എനിക്ക് ക്യാബിനകത്ത് ഇരിക്കാൻ എന്നെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. വരാന്തയിൽ നിർത്തുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അകത്തിരിക്കാൻ പറ്റാതാകുമ്പോൾ ലൈബ്രറിയിൽ പോയിരിക്കും. പിന്നെ റെഫർ ചെയ്യാനും ലൈബ്രറിയിൽ പോകുന്നു. പക്ഷേ ടീച്ചേഴ്സ് പോകാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമല്ല, ലൈബ്രറിയിൽ അടയിരിക്കുവാണോ, ഈ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ എപ്പോഴും ജാതി ചോദിച്ചുകൊണ്ടിരിക്കുക. ജാതി ചോദിച്ചതിന് ശേഷം തൂപ്പുപണിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. എത്ര തവണ ചോദിച്ചാലും ലാബ് തരാതിരിക്കുക. പിന്നെ ഒരിക്കൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കോഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഡോക്ടർ അരുൺ ബാബുവിൻ്റെ മുറിയിൽ പോയി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിന്നെയൊക്കെ PhD ചെയ്യിച്ചോളാന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചിട്ട് വന്നതല്ലല്ലോ. ഇവിടെ PhD ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അനുസരിക്കേണ്ടി വരും. അങ്ങനെ പറ്റില്ലെന്നുണ്ടെങ്കിൽ നിർത്തിപ്പൊക്കോ, വല്ല ഇഗ്നോയിലൊക്കെ പോയി പഠിച്ചോ. ഓഡിറ്റിന് കൊടുക്കുന്ന ഞാനാണ്. ആ സമയത്ത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് അനുസരിക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ഫെലോഷിപ്പ് തുക തിരിച്ചടയ്ക്കേണ്ടി വരും. അത് ഞാൻ ജാതി വെച്ച് നേടിയതാണെന്ന് പറഞ്ഞു. തിരിച്ചടപ്പിക്കും. പിന്നെ ഒരു ഫൈൻ പോലെ എക്സ്ട്രാ കാശ് കൂടുതൽ അടപ്പിക്കും. ആ രീതിയിലൊക്കെ സംസാരിച്ചു. ഒരുപാട് ഇങ്ങനെ ആയപ്പോഴത്തേക്കും ഡിപ്രഷനൊക്കെ ആയി. പിന്നെ ഡിപ്രഷന് മരുന്നൊക്കെ കഴിച്ചു. കുറേ പ്രശ്നങ്ങളായി. സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ പരാതി കൊടുത്തു. ആത്മഹത്യ ശ്രമം ഉണ്ടായ സമയത്ത് വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നിട്ട് ഇവിടെ VCക്കും രജിസ്ട്രാർക്കും റിസർച്ച് ഡയറക്ടർക്കും പിന്നെ അന്നത്തെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി എല്ലാവർക്കും പരാതി കൊടുത്തു. പക്ഷെ നടപടികളൊന്നും ഉണ്ടായില്ല. പിന്നെയും പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു. റൂമിലാണെങ്കിൽ റൂംമേറ്റ് ഉപദ്രവിക്കുന്നു. അവർ മേശയിലിരുന്ന് പഠിക്കാൻ സമ്മതിക്കില്ല. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യിക്കും. ഉപയോഗിച്ച സാനിറ്ററി നാപ്കിൻസ് ഒരാഴ്ചയിലധികം ഉള്ളതൊക്കെ 2 കപ്പുകളിലായിട്ട് കുറേ കൂട്ടി വയ്ക്കും. പിന്നെ മേട്രനൊക്കെ വന്ന് പറഞ്ഞാണ് അവരെ കൊണ്ട് അത് എടുത്ത് മാറ്റിക്കുന്നത്. അവർ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് മേട്രൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യിക്കുന്നത്. എല്ലാം കൂടി ആയപ്പോൾ ഇവിടെ പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടാവാത്തപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് മൊഴി മാറ്റാൻ ശ്രമിച്ചു. മൊഴി എടുക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വേറൊരു പോലീസുകാർ ഓടിക്കയറി വരികയും ഈ മൊഴി ഇങ്ങനെയല്ല എഴുതേണ്ടത്, അതിൽ ചില പ്രശ്നങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് ആ പോലീസുകാർ ഒരു ചർച്ച നടത്തി തിരിച്ചു വന്ന് മൊഴി എഴുതി. പക്ഷെ അവർ FIR ഇട്ടില്ല. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും എഴുതിയില്ല. പിന്നെ താഴെ വന്നപ്പോൾ വേറെ ഇവിടെ തന്നെ പഠിക്കുന്ന വേറെ ചില വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കൂടി പറഞ്ഞിട്ടാണ് മൊഴി രണ്ടാമത് എഴുതിയത്. പക്ഷേ FIR വന്നില്ല. പിന്നെ DGPക്ക് പരാതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി അവർക്ക് കൊടുത്തു. പിന്നെ മനുഷ്യാവകാശ കമ്മീഷന്, UGCക്ക് എല്ലാം പരാതി അയച്ചിട്ടുണ്ട്.